ഗീതികയെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. സൂപ്രണ്ട് ഭദ്രനും സംഘവും അവളെ ഏറ്റുവാങ്ങുന്നു. ഗീതികയെ പരിചരിക്കാൻ ഡോക്ടർ സുധീറിനെ ചുമതലപ്പെടുത്തുന്നു. അയാൾ ഗീതികയെ ഭീഷണിപ്പെടുത്തുന്നു. ഗീതികയെ കാണാൻ വരുന്ന മീനാക്ഷിയും അഭിരാമിയും തനിക്ക് ഇനി അഭിനയിക്കാൻ വയ്യ എന്നും തന്നെ ഇനി ഷോക്കടിപ്പിക്കാനാണ് അവരുടെ പരിപാടിയെന്നും ഗീതിക അവരോട് പറയുന്നു. ഗീതിക ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നും അഭിരാമി. അവിടേക്ക് വരുന്ന സൂപ്രണ്ട് ഭദ്രൻ. അയാൾ അവരെ അവിടെ നിന്നും വിരട്ടി ഓടിക്കുന്നു. ഗീതികയെ ഉപദ്രവിക്കുന്ന ഡോക്ടർ സുധീർ മെന്റൽ ഹോസ്പിറ്റലിൽ ഗീതികയുടെ നില അപകടത്തിലാണെന്നും അതുകൊണ്ട് അവളെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്നും അഭിരാമി ശ്രീറാമിനോട് പറയുന്നു. അരവിന്ദനുമായി അപർണ ഇപ്പോഴും സംസാരിക്കാറുണ്ടോ എന്ന് ശ്രീറാം അപർണയോട് ചോദിക്കുന്നു. അപർണ ഇല്ല എന്ന് മറുപടി നൽകുന്നു. അരവിന്ദനുമായി അപർണ നിരന്തരം ബന്ധപ്പെടാറുണ്ടെന്ന് സൈമണിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ പകർപ്പ് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും ശ്രീറാം പറയുന്നു. ശ്രീറാമിന് ഇപ്പോൾ അന്വേഷണ ചുമതല ഇല്ലാത്ത സ്ഥിതിക്ക് അതിന് ഉത്തരം പറയാൻ താല്പര്യമില്ലെന്ന് അപർണ പറയുന്നു. അപർണയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ പിന്നിൽ അപർണ തന്നെയാണെന്നും അതിന്റെ തെളിവും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ശ്രീറാം അപർണയോട് പറയുന്നു. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന അപർണ തുടർന്ന് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇതിന്റെ നിജസ്ഥിതി അറിയാൻ വിശാഖിനെ തന്റെ കസ്റ്റഡിയിൽ കിട്ടണമെന്ന് അഭിരാമിയോട് പറയുന്ന ശ്രീറാം ചന്ദ്രശേഖർ. തുടർന്ന് കാണുക. ഈശ്വരൻ സാക്ഷിയായി അന്ത്യഘട്ടത്തിലേക്ക്. ഈശ്വരൻ സാക്ഷിയായി ഇനി 4 എപ്പിസോഡുകൾ മാത്രം. മോളെ, നീ എന്തൊക്കെയാ കോടതിയിൽ പോയി പറഞ്ഞേ? നിനക്ക് ഇതിന്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? മോളെ മോളെ നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിന്നെ എല്ലാരും കൂടെ ചേർന്ന് ചതിക്കുകയായിരുന്നു, ഭ്രാന്തിയാക്കാൻ നോക്കുകയായിരുന്നു. എല്ലാരും കൂടെ ചേർന്നുള്ള ഒരു ശ്രമമാ. നീ അതിനൊന്നും നിന്നു കൊടുക്കരുത്. നിന്റെ അമ്മ അതിന് കൂട്ടിരിക്കുക. നീ സത്യം തുറന്നു പറ. ഞാനുണ്ടാകും നിന്റെ കൂടെ. ഞാൻ പോയി പറയാം. നിന്നെ എല്ലാരോടും ചേർന്ന് ട്രാപ്പ് ചെയ്യാന്ന് ഞാൻ പറയാം. ഏത് വക്കീലിനെയും വിളിക്കാം. ഞാൻ ഡോക്ടറോട് പറഞ്ഞ് ഡിസ്ചാർജ് മേടിക്കാം. കോടതിയിൽ സംസാരിക്കാം. മോളെ മോളെ നീ ഒന്ന് അച്ഛനെ നോക്കും മോളെ. അച്ഛനെ നോക്കി. ഇതൊരു അപകടം പിടിച്ച കളിയാ. നമുക്കിത് വേണ്ട. മോൾ ഇങ്ങോട്ട് നോക്കി. മോളെ അച്ഛനെ നോക്കി. നോക്കൂ മോളെ. ആരാ നിങ്ങൾ? ആരാന്ന്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? സാറേ, എന്റെ മോള്. മോളെ മോളെ തൊടല്ലേ എന്നെ. പോ മോളെ. അച്ഛൻ പോ. എനിക്ക് നിങ്ങളെ അറിയില്ല. സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കണം എനിക്ക് ഇഷ്ടമല്ല. എക്സാമാ, ഞാനൊരു വക പഠിച്ചിട്ടില്ല. പോ, ഡിസ്റ്റർബ് ചെയ്യാതെ. എനിക്ക് ഇഷ്ടമല്ല. പോ പോ പോ. എനിക്ക് അറിയില്ല നിങ്ങളെ. പോ പോ. എനിക്ക് പഠിക്കണം. പോ പോ. ഡിസ്റ്റർബ് ചെയ്യാൻ വന്നോളൂ. പോ പോ പോ. എന്നെ
പഠിക്കാനും വിടില്ല. ചുമ്മാ പോ, കാണണ്ടാറ്. എനിക്ക് വീട്ടിൽ പോണം, അമ്മയെ കാണണം. പോ, എനിക്ക് വീട്ടിൽ പോണം, അമ്മയെ കാണണം. എനിക്ക് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കണ ഇഷ്ടമല്ല. പോ പോ പോ, അമ്മയെ കാണണം. എനിക്ക് എക്സാം പഠിച്ചില്ല. വേഗം പോ. സർ എന്താ ഡോക്ടർ? ഞാൻ പറഞ്ഞില്ലേ, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ലക്ഷണമാ. എന്തു പറ്റി? ചിലതൊക്കെ ലക്ഷ്യം വെച്ച് തന്നെയാ സൂപ്രണ്ട് സുധീർ നീങ്ങുന്നേ. എന്താ സംഗതി? ആ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഇവര് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ കാര്യത്തിലും സൂപ്രണ്ട് നേരിട്ട് ഇടപെട്ടോണ്ടിരിക്കുക. എന്നെ ഇവിടുന്ന് പുകച്ചു ചാടിക്കാനും നോക്കുന്നുണ്ട്. ഡോക്ടർ, അതൊരിക്കലും അനുവദിക്കരുത്. അങ്ങനെ കാര്യങ്ങൾ കൈവിട്ട് കളയരുത്. ഡോക്ടർ കൈവിട്ട ഞങ്ങളുടെ എല്ലാ ഹോപ്പും പോവും. ഞാൻ ശ്രമിക്കാം ശ്രീറാം. അവർ ചില ഹാംഫുൾ മെഡിസിൻസ് ഗീതികയ്ക്ക് നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ വലിയ റിസ്ക്കാ. എനിക്ക് തടയാൻ കഴിയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഡോക്ടർ, പക്ഷെ കുറച്ച് ദിവസം കൂടി ആ കുട്ടിയുടെ കാര്യത്തിൽ ഡോക്ടർ ഒന്ന് ശ്രദ്ധ വെക്കണം. അപ്പോഴേക്ക് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ഞാൻ എന്നെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ ശ്രമിക്കാം. ഡോക്ടർ പ്ലീസ്. ഓക്കെ ഓക്കെ. ആ സൂപ്രണ്ട് പ്രശ്നം ഉണ്ടാക്കുക. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അയാൾ പറയുന്നത്. അയാളുടെ കൺട്രോളിലല്ല ഇപ്പൊ കാര്യങ്ങൾ. എന്തായാലും നാളെ രാവിലെ നമുക്ക് അവിടെ ഒരു പോവാം. ആ, അവരെന്ത് പറയുന്നു നിഖിലും മീനാക്ഷി? കുഴപ്പമില്ല, ചീനു ഒന്ന് ബാക്കി സംസാരിക്കുക. നിഖിൽ എന്ത് തീരുമാനിച്ചു? ഞാൻ റെഡിയാണ് സർ. പക്ഷെ എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന്? നിഖിലിന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാലോ. സൈമൺ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കേസ് തെളിയിക്കുന്നതിനപ്പുറം എന്നോടുള്ള പകപോക്കൽ. വിശാഖിനെ പോലൊരു ക്രിമിനലിന് ജാമ്യം കൊടുത്ത് പുറത്തു കൊണ്ടുവരാൻ കൂട്ടുന്നത് അവനാ. ആ ഒരൊറ്റ കാര്യം മതി സൈമന്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ. പക്ഷേ നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും സർ? സേവിയറും പുത്രം വക്കീലും സൈമണും ഇവരൊക്കെ ചേർന്ന ഒരു നെക്സസ് ഇപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അവർക്ക് മിനിസ്ട്രിയുടെ സപ്പോർട്ടുണ്ട്. അവരെന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ല. പക്ഷേ നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അതിനാ ഞാൻ നിഖിലിന്റെ സഹായം ചോദിക്കുന്നത്. ജൂഡിന്റെ കൊലപാതകത്തിനും ട്രീസയുടെ മരണത്തിനും ഇപ്പോ അപ്പുവിന്റെ കുട്ടിയെ കാണാതാകുന്നതിനും ഒരുപോലെ ഇൻവോൾവ്മെന്റ് ഉള്ള വ്യക്തി വിശാഖാണ്. അവനാണ് ഈ 3 ക്രൈമിന്റെ ആണിക്കല്ല്. അവനെതിരെ ഇപ്പോ ഒരു അന്വേഷണവും ഇല്ല, തെളിവുമില്ല. സൈമൺ ഇപ്പൊ അവന് തോന്നിയ സ്ഥലത്തേക്ക് അന്വേഷണം വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുക. ഈ വിശാഖ് ഇപ്പൊ എവിടെയുണ്ട് സർ? അതാർക്കും അറിയില്ല. അവൻ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ വരും, ഒപ്പിടും. പിന്നെ എങ്ങോട്ടാ മുങ്ങുന്നതെന്നോ എന്താ ചെയ്യുന്നതെന്നോ ആർക്കും അറിയില്ല. സേവിയറിന്റെയും പുത്രന്റെയും കസ്റ്റഡിയിലാണ്. അവനെ നമുക്ക് പോക്കണം സർ. പക്ഷേ എങ്ങനെ അത് സാധിക്കുക? അവരാരും എന്നെ അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തില്ല, എന്നെ വിശ്വസിക്കത്തുമില്ല. ഞാനിപ്പോ സാറിന്റെ കൂടെയാണെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അതാ ഞാൻ പറഞ്ഞത്, എന്നോടും മീനാക്ഷിയോടും ഈ ഗ്രൂപ്പിനോട് ആകെ തെറ്റിന്ന് പറഞ്ഞിട്ടായിരിക്കണം നിഖിൽ അവരോടൊപ്പം ചെല്ലേണ്ടത്. സർ, മീനാക്ഷിയുമായിട്ട് പറയണം. എന്നാലേ കാര്യങ്ങൾ വിചാരിച്ച പോലെ വർക്കൗട്ടാവും. അതിന് നിനക്ക് എന്തും പറയാം. അവര് നിന്നെ വിശ്വാസത്തിലെടുക്കണം. അതാണ് കാര്യം. സാർ എന്തൊക്കെ ഈ പറയുന്നേ? നിഖിലും ഞാനും തമ്മിൽ പിണങ്ങിന്ന് അവരോട് അതിന്റെ ആവശ്യമുണ്ടോ? ഇതിപ്പോ വെറുതെ ഒരു പറച്ചിലല്ലേ മീനാക്ഷി, ഒരു നല്ല കാര്യത്തിന് വേണ്ടി. ഇതിനകത്തിപ്പോ എന്താ പേടിക്കാൻ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും വേണ്ട. നിഖിലും ഞാനും ഞങ്ങളുടെ ലൈഫൊന്ന് സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വയ്യ സർ, അനുഭവിച്ചിടത്തോളം മതി. മീനാക്ഷി, നീ വിചാരിക്കുന്ന അത്ര റിസ്ക് ഒന്നുമില്ല. നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി ഒരു 1-2 ദിവസത്തെ പ്രശ്നം. വേണ്ട, ഇതൊന്നും വേണ്ട.
എനിക്കിത് താല്പര്യമില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. സാരമില്ല സർ, ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അവളുടെ ചില സമയത്ത് സ്വഭാവം കാണുമ്പോഴാ ഇവളെന്തിനാ എല്ലാവരോടും ഇങ്ങനെ ഉടക്കി നിൽക്കുന്നതെന്നാ. ഞാൻ റെഡിയാണ് സർ, ഞാൻ പോകാം. എനിക്ക് സമ്മതം. നിഖിലിനി നേരെ പുത്രം വക്കീലിനെ പോയി കണ്ടാൽ മതി. അവിടെ പറയേണ്ട കാര്യങ്ങളൊക്കെ അറിയാലോ. അറിയാം സർ. ബാക്കി ഞാൻ പറഞ്ഞുതരാം. വാ. എന്തു പറ്റി? വക്കീലെ, ഞാൻ രാപ്പകൽ കൂടെ കൊണ്ട് നടന്നിട്ട് നിങ്ങളുടെ അച്ഛൻ എനിക്കിട്ട് വേഷ തന്നത്. ഇനിയിപ്പോ മോനായിട്ട് പുതിയ കൊട്ടേഷൻ കൊണ്ട് ഇറങ്ങിയതാണോ? അയ്യോ വക്കീലെ, ഞാൻ അച്ഛൻ പറഞ്ഞിട്ട് വന്നതല്ല. എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പറയാൻ ഇപ്പൊ വേറൊരാളില്ല. ആദ്യ കാര്യം പറ. അച്ഛൻ വക്കീലിനെ കൊണ്ടുവന്നതും ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ യൂട്ടിലൈസ് ചെയ്തതും പിന്നെ പുറത്താക്കിയതൊക്കെ എനിക്കറിയാം. അതൊക്കെ നിങ്ങളുടെ അച്ഛന്റെ കന്നന്തുരു. എനിക്കത് വിഷയമേ അല്ല. എനിക്ക് പണി അറിയാന്നുള്ളത് കൊണ്ട് തലയിൽ ആളുള്ളവന്മാര് അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. ഞാൻ പുഷ്പം പോലെ ഇറക്കി കൊടുക്കുകയും ചെയ്യും. എനിക്കതൊക്കെ അറിയാം, വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ എന്റെ ഒരു സ്വന്തം പ്രശ്നം വന്നപ്പോ ഞാൻ വക്കീലിന്റെ അടുത്ത് തന്നെ വന്നത്. സ്വന്തം പ്രശ്നമോ? അതെന്തോന്നു സ്വന്തം പ്രശ്നം? എന്റെയും മീനാക്ഷിയുടെയും കാര്യമൊക്കെ വക്കീലിനറിയാലോ. ഞങ്ങൾ ഇതുവരെ ലീഗലി മാരേജ് ചെയ്തിട്ടില്ല. അതാണോ കാര്യം? ഇപ്പം തോണം കല്യാണം കഴിപ്പിച്ചേർന്നു. അതിന് നേരെ രജിസ്റ്റർ ഓഫീസ് പോയ പോരെ? കെട്ടാൻ രജിസ്റ്റർ ഓഫീസ് മതി. അഴിക്കാനാണ് വക്കീലിന്റെ സഹായം. ഇത് അഴിക്കാൻ തന്നെയാ. കെട്ടിയിട്ടില്ലെങ്കിലും ഇതൊരു കുരുക്ക. അത് മനസ്സിലാക്കാൻ ഞാനൊന്ന് വൈകിപ്പോയി. എനിക്ക് അതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടണമെന്ന് വെച്ചാൽ? പല കാരണങ്ങളാ. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. അവൾക്കെല്ലാം അവളുടെ തീരുമാനങ്ങളാ. നമ്മൾ എന്തെങ്കിലും ഒന്നും മിണ്ടിയ അപ്പ തെറിച്ച് ഇങ്ങോട്ട് കയറാൻ വരും. നിങ്ങൾ വലിയ ന്യൂ ജനറേഷൻ ആൾക്കാരല്ലേ, അപ്പൊ ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതല്ലേ? ഞാൻ അത്യാവശ്യം ലിബറലാ വക്കീലേ. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് തെറ്റിക്കഴിഞ്ഞാ അവളുടെ ഈ ലൈഫ് സ്റ്റൈലും തന്നിഷ്ടവും സഹിക്കാൻ വയ്യാതെയാ എന്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയത്. അതെല്ലാം ഞാൻ സഹിച്ചില്ലേ. ഇപ്പോ ആ പഴയ പോലീസ് ഓഫീസർ അവളുമായി ചേർന്ന് ഞാൻ അറിയാത്ത ചില കമ്മ്യൂണിക്കേഷൻസ്. കേസ് അന്വേഷണത്തിലും അവൾ അയാളെ ഹെൽപ്പ് ചെയ്യുക. കേസ് അന്വേഷണത്തിൽ ഹെൽപ്പ് ചെയ്യേ? അതൊന്നും ഹെൽപ്പ് കൊള്ളാല്ല. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും കേസ് അന്വേഷിക്കാൻ നടക്കുകയല്ലേ അയാള്. ലോകത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു അന്വേഷണത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവള് നടക്കുക, ഒന്നും എന്നോട് ചോദിക്കാതെ. എന്നെ ഒന്നും അറിയിക്കാറുമില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. അല്ല, അതിനിപ്പോ എന്റെ സഹായം എന്തിനാ? കെട്ടിപ്പൂട്ടി വെച്ചിട്ടൊന്നുമില്ലല്ലോ അടിച്ചെടുത്ത് കളയാൻ. ചുമ്മാ കുടഞ്ഞിറങ്ങി വിട്ടാ പോരെ? അവള് പൊടിയും തട്ടി പോവില്ലേ? എനിക്ക് പറ്റിപ്പോയൊരു തെറ്റാ ഞാൻ ഈ തിരുത്താൻ ശ്രമിക്കുന്നത്. അച്ഛനും ഇപ്പൊ പഴയതോർത്ത് കുറ്റബോധമുണ്ട്. വക്കീലും അച്ഛനും ഉപ്പാപ്പയും ഞാനും ഒക്കെ ചേർന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നാ അച്ഛനും പറയുന്നത്. എന്നാലേ നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. എന്റെ ജീവിതം വീണ്ടും ഒന്ന് കെട്ടിപ്പൊക്കാനുള്ള ഒരു ശ്രമം. അതിനുവേണ്ടി എത്ര കാശ് വേണേലും മുടക്കാൻ അച്ഛൻ റെഡിയാ. അത് ശരി. ആ, അച്ഛന്റെ മനസ്സിൽ വലിയ വലിയ പ്ലാനുകളാ വക്കീലേ. പക്ഷെ എല്ലാത്തിനും വക്കീലിന്റെ സഹായം വേണം. വക്കീൽ ഉപ്പാപ്പയെ വിളിക്കണം, അച്ഛനും വരും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഐഡിയ കൊള്ളാം. ഞാനേ സേവിച്ചിനോടൊന്ന് സംസാരിക്കട്ടെ. ആ, വിശാഖും ഞാനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എല്ലാവരും കൂടി പറഞ്ഞു തെറ്റിച്ചതാ. എനിക്ക് അവനെയും കൂടി ഒന്ന് കാണണം. അവനിപ്പോ എവിടെയാ ഉള്ളേ? അവൻ സേവിച്ചന്റെ കസ്റ്റഡിയില്ല. സേവിച്ച ഇതെവിടെയാ? മ്യൂസിക് ഷോപ്പിലാ.
കച്ചേരി വീണ്ടും തുടങ്ങിയ ഞാനേ അങ്ങോട്ടൊന്ന് വരാം. വരും. മീനാക്ഷിയുടെ പെരുമാറ്റം നീ ശ്രദ്ധിച്ചോ? നീ പറഞ്ഞ ഓരോ ഇൻസ്ട്രക്ഷൻസും കേട്ട് അപ്പുവിന്റെയും അവളുടെ കുഞ്ഞിന്റെയും ജീവന് വേണ്ടി കാവലിരുന്നൊരു പെണ്ണ. അവൾ ഇത്ര പെട്ടെന്നൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിഖിൽ ചെന്ന് കണ്ടതും പുത്രൻ 4 കാലയില മലർന്നടിച്ച് വീണത്. മീനാക്ഷിയായിട്ട് പണങ്ങി ചെല്ലുന്ന നിഖിലിനെ ഹെൽപ്പ് ചെയ്താൽ അത് മൂന്നിന്റെ സാമ്രാജ്യത്തിലേക്കുള്ള ഒരു ഐഡിയൽ കണക്ഷനാണ്. പുത്രനെ സംബന്ധിച്ച് അതിൽ പര ഒരു ടെംപ്റ്റിംഗ് ഓഫർ വേറെ ഇല്ല. സേവിയറിനെയും പിന്നെ വിശാഖിനെയൊക്കെ വീഴാതെ തരവില്ല. മുകുന്ദൻ മേനോന്റെ പണം, അടിതെറ്റി നിൽക്കുന്ന നിഖിലിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു നിമിഷം മുതലാക്കാൻ അവരൊരിക്കലും മടിക്കില്ല. പക്ഷേ എനിക്കിപ്പോഴും ഈ കാര്യത്തിൽ ക്ലാരിറ്റി കുറവാ. എല്ലാ ക്രൈമിനും കണക്ട് ചെയ്യുന്ന കീ ലിങ്ക് ആയിട്ടാ നീ വിശാഖിനെ കാണുന്നതല്ലേ? അതെ. പക്ഷെ ചീനു, ട്രീസയുടെ മരണോ? ട്രീസ പോലീസ് കസ്റ്റഡി മരിക്കുമ്പോ വിശാഖ് സബ് ജയിലിലായിരുന്നു. നീ ഉദ്ദേശിക്കുന്ന തേർഡ് പേഴ്സൺ, ആ യഥാർത്ഥ കുറ്റവാളി വിശാഖിനെ ഉപയോഗിച്ചാണെന്നുള്ള വാദം ആ ഒറ്റ ഇൻസിഡന്റിൽ പൊളിയില്ലേ? ട്രീസയുടെ മരണത്തിൽ വിശാഖ് ഇൻവോൾവ്ഡ് ആയിരിക്കില്ല. പക്ഷേ ട്രീസ മരിക്കാനിടയ സാഹചര്യത്തെപ്പറ്റി നമുക്ക് ഏറ്റവും അധികം തെളിവുകൾ തരാൻ പറ്റുന്നത് വിശാഖിനായിരിക്കും. എന്തോ എന്നെ ആ തിയറി അത്രയ്ക്ക് അങ്ങോട്ട് കിക്ക് ചെയ്യുന്നില്ല. സേവിയർ തന്നെയായിരിക്കും ട്രീസയുടെ മരണത്തിന് പിന്നിൽ. പോലീസിലെ തന്നെ ആരോ സ്വാധീനിച്ച് ചെയ്തത് തന്നെയായിരിക്കും. ട്രീസയുടെ മരണം, ഫ്യൂണറൽ കഴിഞ്ഞ് സെമിത്തേരിയിൽ നിന്ന് അയാൾ നേരെ പോയത് ഹോം മിനിസ്റ്ററുടെ ഓഫീസിലേക്കായിരുന്നു, സൈമൺ പണിക്കരെ കാണാൻ. വളരെ കാൽക്കുലേറ്റഡ് നീക്കങ്ങളായിരുന്നു. അത് കറക്റ്റ് ആമി പറഞ്ഞത്. സേവിയറിന് റോളുണ്ട്, അതിനെനിക്ക് തർക്കമില്ല. പക്ഷേ എന്റെ മനസ്സിനെ ഇപ്പൊ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നത് വേറെ ചിലതാ. മീനാക്ഷിയുടെ പെരുമാറ്റം നീ ശ്രദ്ധിച്ചോ? നീ പറഞ്ഞ മീനാക്ഷി സ്വന്തം ജീവൻ വരെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായി അപ്പൂനും അപ്പൂന്റെ കുഞ്ഞിനും വേണ്ടി ജീവിച്ചൊരു പെണ്ണ. നീ പറഞ്ഞ ഓരോ ഇൻസ്ട്രക്ഷൻസും കേട്ട് അപ്പൂന്റെയും അവളുടെ കുഞ്ഞിന്റെയും ജീവന് വേണ്ടി കാവലിരുന്നൊരു പെണ്ണ. അവൾ ഇത്ര പെട്ടെന്നൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. ഏയ്, അതൊന്നുമല്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് മടുത്തിട്ട. ചെറുപ്പത്തിന്റെ ഒരു എക്സൈറ്റ്മെന്റും അപ്പുവിനോടുള്ള സ്നേഹമൊക്കെ മീനാക്ഷിയിൽ അങ്ങ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോ ഗീതയെ ഭ്രാന്ത് അഭിനയിപ്പിക്കുന്നതും ട്രീസയുടെ മരണവും എന്റെ സസ്പെൻഷനും ഒക്കെ അവൾക്ക് എവിടെയോ എന്നുള്ള വിശ്വാസം അങ്ങ് പോയി. പിന്നെ നിഖിലിനെ നമ്മളിത്തരം നാടകങ്ങൾക്ക് ഉപയോഗിക്കുന്നതും അവൾക്ക് അങ്ങോട്ട് പിടിക്കുന്നുണ്ടാവില്ല. പക്ഷെ അതിൽ കവിഞ്ഞ് ഇല്ല ജീനു, മീനാക്ഷി പെട്ടെന്ന് ഇങ്ങനെ ബാക്കൗട്ട് അടിക്കുന്നതിന്റെ പിന്നിലെ കാരണം അത്ര നിസ്സാരമല്ല. അതിനപ്പുറം അവൾ ഭയക്കുന്ന എന്തോ ഉണ്ട്. എനിക്കത് പറയാൻ കഴിയുന്നത് ഞാനും അവളെ പോലൊരു പെണ്ണായതുകൊണ്ട് മാത്രമാണ്. ആമി, നീ വെറുതെ സ്റ്റുപ്പിഡിറ്റി പറയാതെ. മീനാക്ഷി എന്ത് ചെയ്തു എന്നാ? അവൾ എന്ത് ചെയ്താലും കാട്ടിയാലും അവളെ അവിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം 5 മാസം ഞാൻ പറയുന്നത് മാത്രം കേട്ട് ഞാൻ കൊടുക്കുന്ന സിഗ്നലുകൾക്കനുസരിച്ച് മാത്രം മൂവ് ചെയ്യുന്ന ഒരു പാവയായിരുന്നു അവൾ. പാവയായി എന്ന് അവൾ ഭാവിച്ചു, അതവളുടെ മിടുക്ക്. ചീനുവിന്റെ ഈ വിശ്വാസം അവൾ യൂട്ടിലൈസ് ചെയ്യായിരുന്നെങ്കിലോ? ഈ 5 മാസവും ചീനു അവളുടെ സഹായം തേടി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവായിരുന്നില്ല. മറിച്ച് ചീനുവിനെ സഹായിച്ചുവെന്ന് വരുത്തി തീർത്ത്
അവൾ ചീനുവിന്റെ വിശ്വാസത്തെ മുതലെടുക്കുമായിരുന്നെങ്കിലോ? അത് അങ്ങനെ ആയിക്കൂടുന്നില്ല. ആ റിസപ്ഷൻ ദിവസം രാത്രി അപ്പുവിന്റെ കൂടെയാണ് മീനാക്ഷി കിടന്നുറങ്ങിയത്. അത് മീനാക്ഷിയുടെ സ്വന്തം വീടാ. മീനാക്ഷിക്ക് ആ വീട്ടിലെ മുക്കും മൂലയും വരെ അറിയാം. പിന്നെ വളരെ സ്ട്രേഞ്ചായി എനിക്ക് തോന്നിയൊരു സംഗതി, അത് ചീനുവും ശ്രദ്ധിച്ചു കാണുമായിരിക്കും. അന്ന് റിസപ്ഷൻ ഡേയിൽ രാത്രി മുഴുവനും അവൾ അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അതെ, അത് ഞാൻ ശ്രദ്ധിച്ചതാ. അതാ റിസപ്ഷൻ ഡേയുടെ തിരക്കൊണ്ടാണെന്ന് അവള് പറഞ്ഞത്. എനിക്കത് ബിലീവബിൾ ആയിട്ടാ തോന്നിയത്. അല്ല, അത് കരുതി കൂട്ടി അവളുടെ ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണെങ്കിലോ? എപ്പടി ഇருந்து പോയച്ച് തണ്ണിൽ വിടാ. ഇത് വന്ന് കേരളാവിലിருந்து വന്ന കുഴന്തയാണെന്ന് കറക്റ്റാ. പിന്നെ വളരെ സ്ട്രേഞ്ചായി എനിക്ക് തോന്നിയൊരു സംഗതി, അത് ചീനുവും ശ്രദ്ധിച്ചു കാണുമായിരിക്കും. അന്ന് റിസപ്ഷൻ ഡേയിൽ രാത്രി മുഴുവനും അവൾ അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അതെ, അത് ഞാൻ ശ്രദ്ധിച്ചതാ. അതാ റിസപ്ഷൻ ഡേയുടെ തിരക്കൊണ്ടാണെന്ന് അവള് പറഞ്ഞത്. എനിക്കത് ബിലീവബിൾ ആയിട്ടാ തോന്നിയത്. അല്ല, അത് കരുതി കൂട്ടി അവളുടെ ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണെങ്കിലോ? ഞാനിന്ന് മൊബൈലും ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഇതിലൊന്നും പങ്കാളിയല്ല എന്ന് സ്വയം വരുത്തി തീർക്കാനുള്ള ഒരു പ്ലോട്ട് അവള് തന്നെ ഉണ്ടാക്കിയതാണെങ്കിലോ? ആണെങ്കിലോ? എങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന നിലയിൽ അതിന്റെ ഏറ്റവും വലിയൊരു പരാജയമായിരിക്കും. അതിന് നീ പരാജയപ്പെട്ടിട്ടില്ലല്ലോ ചീനു. ദിസ് കേസ് ഇസ് നോട്ട് ഓവർ. ഇനിയും നിനക്കത് കണ്ടെത്താം. മീനാക്ഷിയിലേക്ക് തന്നെ നീ ഫോക്കസ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. ഹലോ, ആ പളനിയപ്പാ, എന്നാ சொல்ற? ஆமா, அது எந்த இடம்? கோவில்பட்டியா? 3 மாசம் பிராய குழந்தையா? எப்படி இருந்து போயாச்சு? தண்ணில விடா. இது வந்து കേരളാവിൽ ഇருந்து വന്ന കുഴന്തയാണെന്ന് കറക്റ്റാ. ആ ആ പള്ളിയപ്പാ, ഒരു ഫോട്ടോ എടുത്തൊരു വാട്സപ്പ് പോട്. ഒരു ക്ലോസ് ആന പടം. இந்த குழந்தையும் படம் விட்டு நீங்கள் மாச்சு பண்ணி பாரு. ஆமா, ഞാൻ കൂപ്പിടുറേ. ഓക്കെ. എന്താ ചീനു, എന്തു പറ്റി? കോവിൽപ്പട്ടി എസ് ഐ പളനിയപ്പനാ വിളിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ചെന്നൈ എക്സ്പ്രസിൽ നിന്ന് മാല പൊട്ടിക്കാൻ ശ്രമിച്ച ഒരു തമിഴ്നാടോടി സ്ത്രീ പോലീസിനെ പേടിച്ച് വെള്ളത്തിൽ ചാടി മരിച്ചു. എന്നിട്ട് അവരുടെ കയ്യിൽ 3 മാസം പ്രായമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്. ആ കുട്ടിക്ക് ഒരു കേരള കണക്ഷൻ ഉണ്ടെന്ന് അവരുടെ ഊഹം. അപ്പോ മധുരയിൽ നിന്നൊരു കുട്ടിയെ കണ്ടെത്തിയ കാര്യം നേരത്തെ പറഞ്ഞതോ? ഇല്ല, ആ കുട്ടി വേറെ. ചീനു, ഞാനൊരു ന്യൂസ് അറിഞ്ഞു. സൈമൺ മഹേന്ദ്രന്റെ അപ്പുവിന്റെ അടുത്ത് പോയിരുന്നു. അയാൾ മഹേന്ദ്രനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഞാനും അത് ആലോചിച്ചതാ. ഇനിയിപ്പോ എന്തായാലും ആമി ഒരു കാര്യം ചെയ്യും, മഹേന്ദ്രനെ അപ്പുവിനെ ഒന്ന് പോയി കാണും. ആസ് എൻ അഡ്വക്കേറ്റ് തനിക്കത് ചെയ്യാൻ പറ്റൂ? ഞാൻ പോവാം. ഞാൻ പറഞ്ഞത് അവളുടെ നല്ലതിനു വേണ്ടിയാ. അവൾക്ക് അതേയുള്ളൂ രക്ഷപ്പെടാൻ ഒരു മാർഗം. രക്ഷപ്പെടാനുള്ള മാർഗം ഇതാണോ രക്ഷപ്പെടൽ? ഞാനവിടെ ചെന്ന് കണ്ടു എൻ്റെ കുഞ്ഞിനെ ഭ്രാന്താശുപത്രിയിൽ. നിങ്ങളൊക്കെ ചേർന്ന് അവളുടെ ജീവിതം നശിപ്പിക്കുക, ഭ്രാന്തിയാക്കുക. ഞാനതിന് കൂട്ടു നിൽക്കത്തില്ല.
അവൾ ആരും ഇല്ലാത്തവളാണെന്ന ചിന്ത കളഞ്ഞേര്. ഞാൻ നോക്കിക്കോളാം അവളെ. ഈ ലോകത്ത് ഏത് വക്കീലും അവളുടെ കേസിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ എനിക്കും ചെയ്യാൻ പറ്റും. പക്ഷെ അവൾ എന്നും ജൂഡിന്റെ കൊലപാതകയായിരിക്കും. ആ കുറ്റത്തിൽ നിന്ന് അവളെ മാറ്റി നിർത്താൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. അവളെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്നാ ഞങ്ങൾ നോക്കുന്നത്. അതിന് കുറച്ച് സമയത്തിന് വേണ്ടിയിട്ടാ ഞങ്ങൾ അവളോട് ഇങ്ങനൊരു നാടകം കളിക്കാൻ പറഞ്ഞത്. ഇപ്പൊ ഒന്നും മിണ്ടാതെ ഈ കുറ്റമൊക്കെ സമ്മതിച്ചു കൊടുത്താ പിന്നെ അവളെ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചാർജുകളായിരിക്കും സൈമന്റെ കുറ്റപത്രത്തിൽ അവൾക്കെതിരെ വരാൻ പോകുന്നത്. നിങ്ങളും നിങ്ങളുടെ പോലീസുകാരനും കൂടി പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങളുടെ ഈ വാക്ക് വിശ്വസിച്ചതിന്റെ ഇപ്പൊ ഞങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഇത്രയും നാളും ആരെയും അറിയിക്കാതെയും പറയാതെയും കഴിഞ്ഞിട്ട് എന്തായി? തീ തിന്ന് കഴിയായിരുന്നു ഇത്രയും കാലം. ഇനി ഈ ഒളിച്ചതിന്റെ മറിച്ചതിന്റെ ശിക്ഷ വേറെ അനുഭവിക്കണം. എന്തൊക്കെയായാലും ഇതിപ്പോ ഇത്രയായില്ലേ? കുറച്ച് ദിവസങ്ങളുടെ കാര്യമുള്ളൂ. ആ ഡോക്ടർ ഗീതികയ്ക്ക് എത്രയും ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ നൽകിയേക്കുന്നേ. അദ്ദേഹത്തെ പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡോക്ടർ ശ്രീറാമിന്റെ വാക്ക് വിശ്വസിച്ചിട്ടാ ഇത്രയും വലിയൊരു റിസ്കിന് തയ്യാറായത്. മാഷു അപ്പും വേറെ ഒന്നും ചെയ്യണ്ട. ഇത് ശരിവെക്കുന്ന രീതിയിൽ കോടതിയിലൊന്ന് സംസാരിച്ചാൽ മാത്രം മതി.